ചേട്ടാ ആ ദേ ഈ പട്ടി കടിക്കോ? ഈ പട്ടി കടിക്കൂല. താനൊരു പണി ചെയ്യ്, അതിലേ ഇങ്ങോട്ട് പോര്. അവിടെ ഒരു പട്ടിയുണ്ട്, അത് നന്നായിട്ട് കടിക്കും. ഇതാര് മൂന്നാനോ? നമസ്കാരം. ഇവിടെയല്ല അവിടെ ഇരിക്കും. എടോ തനിക്കൊക്കെ വല്ല ഉത്തരവാദിത്തമുണ്ടോ? എന്താ ചേട്ടാ? എന്റെ മോക്കൊരു ചെറുക്കനെ കൊണ്ടുവരാന്ന് പറഞ്ഞത് എത്ര നാളായി? ഇതെന്താ എന്റെ കുഴപ്പമാണോ? ഞാൻ ഡോക്ടറെ കൊണ്ടുവന്നോ, എഞ്ചിനീയറെ കൊണ്ടുവന്നോ? ചേട്ടന്റെ മോക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ കുഴപ്പം കൊണ്ടല്ല. അല്ല ഇനിയിപ്പോ എന്താ തീരുമാനം? ഞാൻ ഒരു ചെറുക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? അവൻ പുറത്ത് നിൽക്കുവല്ലേ. എങ്കിൽ വിളിക്കണോ? അങ്ങനെ ഇങ്ങനെയൊന്നും വിളിച്ച അവൻ കേറി വരൂല. അവൻ ബസ്സിലെ കിളിയാ. ഡബിൾ ബെൽ അടിക്കണം എന്നാലേ വരൂ. എങ്കിൽ കൊടുക്കണോ ഡബിൾ ബെല്ല്? മോനെ ഭീമന്റെ കൂ ഇങ്ങി കേറി പോരെ. ഇവിടെ പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ട്. കേറി പോരെ. ടിങ് 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 ടിങ്. ആരേത്? പയ്യൻ. മാമുണ്ടാ? അപ്പ ചെറുക്കനോ? ഇതാണ് ചെറുക്കൻ. എന്റെ മോക്ക് പറ്റിയ ചെറുക്കൻ തന്നെ. ആസ്തിയൊക്കെ എങ്ങനെ? അയ്യോ ശരീരം മൊത്തം അസ്ഥിയല്ലേ, ഒരു തരി മാംസം പോലും. അതല്ല, സ്വത്തിന്റെ കാര്യ ചോദിച്ചേ. 4 ഏക്കർ തെങ്ങും പുരയിടം. ആദ്യ അപ്പൊ പിന്നെ അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. 4 ഏക്കർ തെങ്ങും പുരയിടത്തിനകത്തോട്ട് കയറുമ്പോ ഉള്ളിലോട്ടൊരു വഴിയുണ്ട്. അവിടെ കാണുന്ന കോളനിയിലെ ഏറ്റവും ചെറിയ വീടാണ് ചെറുക്കന്റെ വീട്. പിന്നെ പയ്യനെ കുറിച്ച് പറഞ്ഞാൽ സ്വന്തമായിട്ട് പമ്പുണ്ട്. മതി. എന്റെ മോക്ക് ജീവിതകാലം മുഴുവൻ കഴിയാൻ അത് മതി. സൈക്കിൾ പമ്പ് കൊണ്ട് ജീവിതകാലം മൊത്തം കഴിയാൻ പറ്റുമോ? സൈക്കിൾ പമ്പായിരുന്നു അതെന്താ പമ്പല്ലേ? പിന്നെ ചെറുക്കനെ കുറിച്ച് പറഞ്ഞ വലിക്കില്ല, കുടിക്കില്ല, ചീട്ട് കളിക്കില്ല. എന്തിനേറെ പറയുന്നു, ഈ നാറി വേലയ്ക്ക് പോലും പോത്തില്ല. സത്യം. എന്റെ മോക്ക് പറ്റിയ പയ്യൻ തന്നെ. ചെറുക്കനെ കുറിച്ചെല്ലാം അറിഞ്ഞല്ലോ. ഇനി പെണ്ണിന് എന്തു കൊടുക്കും? പെണ്ണിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അവൾ എന്നെ എടുത്ത് കഴിച്ചോളും. അതല്ല, സ്ത്രീധനം എന്ത് കൊടുക്കും? എനിക്കുള്ളതൊക്കെ അവക്കുള്ളതാ. വൃത്തിയോട് പറയുന്ന നീ വൃത്തിയായിട്ട് ചിന്തിക്കാതിരിക്കും. മോനെ സ്വത്തിന്റെ കാര്യ ഉദ്ദേശിച്ചത്. പിന്നെ അവള് ഭയങ്കര നാണക്കാരിയാ. നാടകവും ബാല്യൊന്നും അല്ല, നാണക്കാരി. നാണം. എന്റെ മകളായതുകൊണ്ട് പറയുകയല്ല, അവളൊരു കൊച്ചു സുന്ദരിയാ. അടക്കും ഒതുക്കൊക്കെ ഉള്ളൊരു നല്ല മോള്. എന്നാ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്ക്. മോളെ, കുഞ്ഞുമോളെ. ഇത് പറഞ്ഞു കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നാനോ കാരാണെന്ന്. ഇതെന്തോന്ന് വോൾവോ ബസ്സാ? എന്നെ ചവിട്ടി കൊല്ലും. കാളെ പെണ്ണിനെ ഒന്ന് അടിമുടി നോക്കിക്കേ. മോള് ചെക്കനെ നടുമുടി നോക്കിയേ. ഈ ചെറുക്കനെ കാണുമ്പോ എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നു അച്ഛാ. ഇത് പാട്ടാ മോളെ? കളരി വിളക്കു തെളിഞ്ഞതാണോ, ഒന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തുനിന്നെങ്ങാനും വന്നതാണോ ഇവൻ? പൊന്നിയേട്ട ഒന്ന് നിർത്ത്. ഇത് പഴയ കാലമല്ല. ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാൻ കാണും. അയ്യോ എനിക്കൊന്നും സംസാരിക്കണ്ട. പഴയ കാലൊന്നുമല്ല, അവര് തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചോട്ടെ. നമുക്ക് രണ്ടുപേർക്കും അകത്തേക്ക് ചെന്നിട്ട് കഴിക്കോ? ശാരദേ, 1/2 ഗ്ലാസ് കട്ടൻ. മധുരം വേണ്ട, ബ്രോക്കർക്കാ. സംസാരിച്ചോട്ടെ, നമുക്ക് കട്ടൻ കുടിക്കാം. പെണ്ണെ, എന്തോ? എന്താ പെണ്ണിന്റെ പേര്? മോളിന്നാ. മോളിന്നാ? അല്ല, മോളി എന്നാ. എന്താ ചെറുക്കന്റെ പേര്? എന്റെ പേര് ഭീമൻ രാജു. ജനിക്കുന്നതിന് മുമ്പ് ഇട്ട് കാണുമല്ലേ? പെണ്ണെന്തോരെ പഠിച്ചു? BA. ചേട്ടാ, നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഈ നാട്ടുകാരെല്ലാരും ഒറ്റ ശബ്ദത്തിൽ പറയും, എന്തുവാ? ആന പിണ്ടവിട്ട് പോകുന്നെന്ന്. പെണ്ണെ, എന്തോ? നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ നിന്നെ മൈസൂരിൽ കൊണ്ടുപോവാ, നിന്നെ പാർക്കിൽ കൊണ്ടുപോവാ, നിന്നെ ബീച്ചിൽ കൊണ്ടുപോവാ.
ഡേയ് നീ ഇത്രയൊക്കെ സംസാരിച്ചില്ലേ, നീ പെണ്ണിനെ പിടിക്കാ. അതിനുമ്പോ പെണ്ണ് എന്നെ കയറി പിടിച്ചില്ലേ? ഞാനല്ലെന്ന്. നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ട? അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. മോളെ, എന്തോ മോക്ക് ചെക്കൻ ഇഷ്ടപ്പെട്ട? എനിക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ട അച്ഛാ. എന്റെ പൊന്നു മോളെ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ ഇത്രയും പേര് വന്നിട്ട് എന്റെ മോക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഈ ഉണക്ക മീൻ പോലത്തെ ഇവരെ നിനക്ക് ഇഷ്ടപ്പെട്ടത്? അച്ഛാ, അവർക്കൊന്നും ഇല്ലാത്ത ഒരു കഴിവ് ഈ ചെറുക്കനുള്ളത് കൊണ്ട് എനിക്ക് ഈ ചെറുക്കനെ കല്യാണം കഴിച്ചാ മതി. എന്ത് കഴിവ്? എന്താ കഴിവെന്നോ? അച്ഛാ, എനിക്കിപ്പോ ഭർത്താവിന് ഭർത്താവുമായി ഒക്കത്ത് വെച്ച് താലോലിക്കാൻ ഒരു കൈക്കുഞ്ഞുമായി.